Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. സ്ത്രീ ശാക്തീകരണത്തിനായി സൈൻ നടപ്പിലാക്കുന്ന സ്ത്രീകൾക്ക് 50% നിരക്കിൽ ഇരുചക്രവാഹനങ്ങൾ നൽകുന്നതിന്റെ 3ാം ഘട്ട രജിസ്ട്രേഷൻ തുറവൂരിൽ നടന്നു. സ്വദേശി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ രജിസ്ട്രേഷൻ സഭാ സൈൻ ചെയർമാൻ N. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് 50% നിരക്കിൽ ഇരുചക്രവാഹനങ്ങൾ നൽകുന്നതിന്റെ 3ാം ഘട്ട രജിസ്ട്രേഷൻ സ്വദേശി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തുറവൂരിൽ വെച്ച് സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ സഭാ സൈൻ ചെയർമാൻ N. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുരുഷന്മാരെ പോലെ തന്നെ ശിരസ്സുയർത്തി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ ചെറിയ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായി എന്റെ സഹോദരിമാരെ മാറണം എന്നുള്ള താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സമയബന്ധിതമായ പരിപാടിക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത്. ആ CSR ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ, സാധാരണക്കാരായ തൊഴിലാളികൾ കഠിനാധ്വാനം ചെയ്ത് ആ തൊഴിലാളികൾ അവിടെ ലാഭമുണ്ടാക്കി അവിടെ ഏണിംഗ് ഉണ്ടാക്കുമ്പോൾ ആ തൊഴിലാളികളുടെ വേർപ്പിന്റെ ഒരു മണം നമ്മുടെ സ്കൂട്ടറിനുണ്ട്. സാധാരണ തൊഴിലാളികളുമായി ഈ സ്കൂട്ടറിന് തന്നെ ബന്ധം. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ രൂപകളും രാജ്യത്തെ സാമൂഹികമായ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി തൊഴിലിടങ്ങളിൽ തൊഴിലെടുക്കുന്ന ധാരാളം തൊഴിലാളികളുടെ ഫണ്ട് അതിന്റെ മീഡിയേറ്റർ മാത്രമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അതാണ് ഞാൻ 120 കോടി രൂപയോളം ഈ പരിമിതമായ കാലയളവിനുള്ളിൽ ചെലവാക്കുന്നത്. 1-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള കാലയളവിൽ 9 പരിപാടികളിലായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മാർച്ച് 31 വരെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ടൂവീലർ കൊടുക്കുകയാണ്. അതിന്റെ ഒരു 2ാം ഘട്ടം അങ്ങനെ ഏതാണ്ട് 6200ഓളം ആളുകൾ ടൂവീലർ കൊടുത്ത് പൂർത്തീകരിക്കും. തീർച്ചയായും സഹോദരിമാർ ഇത് വളരെ പോസിറ്റീവായി എടുക്കണം. സ്ത്രീകൾ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നതിന് യാത്രാക്ലേശം നേരിടുന്ന ഘട്ടത്തിലാണ് സ്ത്രീകളെ കൈപിടിച്ച് ഉയർത്തുന്നതിനും സൈൻ ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്യുന്നതെന്ന് N. രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വദേശി സേവാ സമിതി പ്രസിഡന്റ് ബിജു പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. 2017 മുതൽ സ്വദേശിയുടെ പേരിൽ ഒരു ആംബുലൻസും ഫ്രീസറൊക്കെ മെഡിസിൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് തികച്ചും സൗജന്യമായി നൽകുന്നവരുണ്ട്. അല്ലാതെ ചെറിയ തുകയ്ക്കെല്ലാം നൽകിക്കൊണ്ട് കഴിഞ്ഞ പ്രളയകാലം തൊട്ട് കോവിഡ് സമയത്തുമെല്ലാം ഇത് ജനങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചതാണ്. ഇതിലേക്ക് നല്ലൊരു തുക ജനങ്ങളും എൻ്റെ ജോലിയിൽ നിന്നുള്ള ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന സംഘടനയാണ്. അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, ഇത് കഴിയുമ്പോൾ ഇങ്ങനെ കൃത്യം കാര്യങ്ങളെല്ലാം രൂപേഷകൻ നമ്മളോട് പറയും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള സംശയങ്ങളെല്ലാം വാട്സാപ്പിൽ കൂടി ചോദിച്ചുകൊണ്ട് എൻ്റെ ഉപജീവനമാർഗത്തെ തടസ്സം നൽകുന്ന രീതിയിലുള്ള വിധികളും കുറയ്ക്കണം. 100% നിങ്ങൾക്ക് വണ്ടി ഈ ഇരുചക്രവാഹനം കിട്ടും എന്ന് ഉറപ്പുള്ളതുകൊണ്ടും ഞങ്ങളെല്ലാം വർഷങ്ങളായിട്ട് വിശ്വസിക്കുന്ന സംഘടനാ ചുമതലയുള്ള ആളുകളാണ് ഇതിന്റെ നേതൃത്വത്തിൽ. സെന്റ് അഗസ്റ്റിൻ പള്ളി വികാരി ഫാദർ ആന്റണി പുതുവാപ്പറമ്പിൽ, സൈൻ പ്രസിഡന്റ് രൂപേഷ് R. മേനോൻ, സുനിൽ കുമാർ, അനിൽകുമാർ A, MA ബ്രഹ്മരാജ്, ഷീജ സതീഷ്, KT ഷാജി, സന്ധ്യ പ്രതാപൻ, VV രഞ്ജിത് കുമാർ, VR പ്രിയദർശൻ തുടങ്ങിയവർ സംസാരിച്ചു.